ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വിജുവാല 2.0. +2 ഇംഗ്ലീഷ് പരീക്ഷ നമുക്ക് അടിപൊളിയായിരുന്നു. കാരണം എല്ലാം നമ്മുടെ വീഡിയോസിലൊക്കെ പറഞ്ഞ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അതായത് പോയം ലൈൻസ് ഒക്കെ ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരുന്നത്. അതുപോലെ റിസ്യൂമേ വിത്ത് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ ഒക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിട്ടാണ് നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്. എല്ലാവരും നന്നായി എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി എഴുതാൻ പറ്റിയില്ല അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് ഒക്കെ കിട്ടാത്ത കുട്ടികളും ഉണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യം നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാം നമുക്ക് 7th ആണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാമിന് വേണ്ടി നിങ്ങൾ ആദ്യം പഠിക്കേണ്ട 6 പാഠങ്ങളുണ്ട്. ഈ 6 പാഠങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ജയിക്കാനുള്ള മാർക്ക്, ഡബിൾ പാസ് ഒരു 40-42 മാർക്കൊക്കെ നമുക്ക് എങ്ങനെയും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന 6 പാഠങ്ങളാണ് ഫസ്റ്റ് പറയുന്നത്. ഈ 6 പാഠങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ചാപ്റ്റർ വെയിറ്റേജസ് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ്, നമ്മളിപ്പോൾ എല്ലാ പാഠത്തിൻ്റെ വെയിറ്റേജ് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള പാഠം അനുസരിച്ചിട്ടാണ് ഈ 6 പാഠം മിസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് 6 പാഠങ്ങൾ നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, ചാപ്റ്റർ 1 റിവ്യൂ ഓഫ് C++. 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആ പാഠത്തിലേക്ക് എടുക്കുന്നുണ്ട്. എല്ലാം നമ്മൾ +1 പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, റിപ്പീറ്റഡ് തന്നെയാണ്, പഠിക്കാനും സുഖമാണ്. ഓരോ സെൻറ്റൻസ് നമ്മളതിൽ എഴുതിയാൽ മതിയാവും. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്റേഴ്സ് ഫങ്ഷൻസ് 8 മാർക്കാണ് കേട്ടോ. 8 മാർക്കിൻ്റെ വെയിറ്റേജ് നമുക്ക് ആ പാഠത്തിൽ എടുക്കുന്നുണ്ട്. ചാപ്റ്റർ 4 വെബ് ടെക്നോളജി 10 മാർക്ക്. ചാപ്റ്റർ 5 വെബ് ഡിസൈൻ യൂസിങ് HTML 8 മാർക്ക്. ചാപ്റ്റർ 8 DBMS 10 മാർക്ക്. ചാപ്റ്റർ 9 SQL 8 മാർക്ക്. ഇത് ഒരു പാർട്ട് 1 സെക്ഷൻ പോലെ നിങ്ങൾ കാണാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് മിസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 6 പാഠങ്ങളിൽ നിങ്ങൾ ഈ 6 പാഠം വേണം ഇനി വേഗം പഠിക്കുക. നമുക്ക് ഇനി 3-4 ദിവസം ഉള്ളൂ. ഇതിൽ ബിസിനസ് സ്റ്റഡീസ് ആദ്യം പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവാം. ബിസിനസ് സ്റ്റഡീസ് നമുക്ക് 11-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇല്ലാത്ത കുട്ടികൾ ബിസിനസ് പഠിച്ചോട്ടെ. ഇതിലുള്ളവർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഈ 6 പാഠം പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഈ 6 പാഠത്തിൽ ഇപ്പോൾ 10 മാർക്കിന് 3 പാഠങ്ങൾ ചാപ്റ്റർ 8, 4, 1 ആണ്. 1ഉം 4ഉം നിങ്ങൾക്ക് എന്ത് ചെയ്യാം. 1 നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 4ാമത്തെ പാഠം HTML ആണ്. 10ാമത്തെ പാഠം ഒരു കംപ്ലീറ്റ്ലി തിയറിയാണ്. അതായത് ഇതുപോലെ നമുക്ക് സിൻടാക്സുകളൊന്നും ഇല്ല അതിൽ. അപ്പോൾ ഇതിൽ ഏത് നിങ്ങൾക്ക് ആദ്യം പഠിക്കുന്നത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ഈ പാഠങ്ങളിൽ നിന്ന് എന്തൊക്കെ പഠിക്കും, എത്ര മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ നമ്മൾ ഓരോ പാഠത്തിൽ നിന്നും മിസ് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെന്ന് വരാമെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ചാപ്റ്റർ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് ആണ്. ഇവിടെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് നമുക്ക് ചോദിക്കാറുണ്ട് 3 മാർക്കിന്. അതുപോലെ തന്നെ ജംപ് സ്റ്റേറ്റ്മെന്റ് വിത്ത് എക്സാമ്പിൾ നമുക്ക് 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കും. സ്റ്റേറ്റ്മെന്റുകൾ, എല്ലാത്തിൻ്റെ സ്റ്റേറ്റ്മെന്റുകളുടെ സിൻടാക്സുകൾ, അതായത് ഫോർ ലൂപ്പ്, ഡു വൈൽ, നെസ്റ്റഡ് ലൂപ്പ്, എല്ലാ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്രഷൻസ്, അതിൻ്റെ ഒക്കെ കമ്പോണൻസ് അറിയണമെങ്കിൽ അതിൻ്റെ സിൻടാക്സ് പഠിക്കണം. ഇതിൻ്റെ ഒക്കെ സിൻടാക്സ് എന്തിനാ പഠിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ചാൻസുകളിൽ പ്രോഗ്രാം വന്നാൽ ഒരു ലൂപ്പ് തന്നിട്ട് അതിന് ഡു വൈലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ലെങ്കിൽ ആ സിൻടാക്സ് അവിടെ എഴുതി വെച്ചാൽ മതിയാവും. എല്ലാ ഫോർ ലൂപ്പ് അതുപോലെ ഡു വൈൽ എല്ലാത്തിൻ്റെ സിൻടാക്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം. അത് നമുക്ക് മാക്സിമം 5 മാർക്കിലേക്കും പിന്നീട് 3 മാർക്കിലേക്കാണ് ചാൻസ്. ഇനി പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു HTML, ഒരു SQL, ഒരു C++, ഇതിൻ്റെ ഒക്കെ പ്രോഗ്രാംസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. HTML ഒക്കെ സുഖമാണ് കേട്ടോ, ലിസ്റ്റുകൾ നോക്കിയാൽ മതി. അപ്പോൾ ഡാറ്റ ടൈപ്സ്, ജംപ് സ്റ്റേറ്റ്മെന്റ്, എക്സാമ്പിൾസ്, കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്താണ്, സ്റ്റേറ്റ്മെന്റുകൾ, സിൻടാക്സുകൾ 1ാം പാഠത്തിൽ നിന്ന് പഠിക്കാം. മാർക്കിന്റെ സ്ട്രക്ചർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് 3ാം പാഠമാണ് ഫങ്ഷൻസ്. ഇവിടെ മോഡൽ പ്രോഗ്രാമിംഗ് എന്താണ്, അതിന്റെ മെറിറ്റ് 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ബിൽറ്റിംഗ് ഫങ്ഷൻസും ഹെഡർ ഫയൽസും നമുക്ക് 5 മാർക്കിലേക്കും പോകാറുണ്ട്. ഹെഡർ ഫയൽ മാത്രമായിട്ട് 2 മാർക്കിലേക്ക് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ മോഡൽ എക്സാമിന് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്ട്രിങ് ഫംഗ്ഷൻ്റെ C സ്ട്രിങ് ആണ്, മാത്സ് ഫംഗ്ഷൻ്റെ C മാത്ത് ആണ്. അങ്ങനെ ഓരോന്നിൻ്റെയും ബിൽറ്റിംഗ് ഫംഗ്ഷൻ്റെ ഹെഡർ ഫയൽസ് പഠിക്കാം. സ്ട്രിങ് ഫംഗ്ഷൻസ് ഒരു 5-6 ഉണ്ട്. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട്. എല്ലാ ഫംഗ്ഷൻസും നിങ്ങൾ പഠിക്കണം. അതിലേത് സെപ്പറേറ്റ്, ഇപ്പോൾ ഇതിൽ സ്ട്രിങ് ഫംഗ്ഷൻസ് വിത്ത് സിൻടാക്സ് സെപ്പറേറ്റ് നമുക്ക് ഇതുപോലെ 3 മാർക്കിന് ചോദിക്കും. അതുപോലെ നമുക്ക് ചിലപ്പോൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ചോദിക്കാം. അപ്പോൾ എല്ലാ ബിൽഡിംഗ് ഫംഗ്ഷൻസും പഠിക്കാം. എല്ലാത്തിൻ്റെ ഓരോ സെൻറ്റൻസ് വിത്ത് 1 സിൻടാക്സ്, ഒരു സെൻറ്റൻസ് പഠിക്കാം, അതിൻ്റെ സിൻടാക്സ് പഠിക്കാം. ഇനി കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. 3 മാർക്കിനാണ് അത് ചോദിക്കാറ്. 3 മാർക്ക് എന്ന് പറയുമ്പോൾ 3 ഡിഫറൻസ് പഠിച്ചാൽ മതി.
കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമ്മൾ എക്സാക്റ്റ് എത്ര മാർക്കിനാണ് അത്ര മാത്രം പഠിക്കുക. ഓവറായിട്ടൊന്നും അത് വരികയില്ല. അതായത് ഇപ്പോൾ കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫ് 5 മാർക്കിനൊന്നും വരില്ല. അപ്പം നമ്മൾ അതും ഇങ്ങനെ കുറേ സമയം കളയണ്ട. 3 ഡിഫറൻസ് പഠിച്ചു കഴിഞ്ഞാൽ അതവിടെ കഴിയും. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ ആണ് ചാപ്റ്റർ 4. അത്യാവശ്യം നല്ല ലെങ്തി പാടാണ്, ഒരുപാട് ടോപ്പിക്കുകൾ മിസ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 4 വെബ് ടെക്നോളജി ആണ്. ഇവിടെ സ്റ്റാറ്റിക്കും ഡൈനാമിക് വെബും തമ്മിലുള്ള ഡിഫറൻസ് 3 മാർക്കിന് ചോദിക്കും. ഏതെങ്കിലും 5 സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ കുറിച്ച് എഴുതാൻ പറയും. VB സ്ക്രിപ്റ്റ്, ജാവ സ്ക്രിപ്റ്റ്, ASP, JSP, PHP 5 വിത്ത് എക്സ്പ്ലനേഷൻ, അതിൻ്റെ ഹെഡർ ഫയലുകൾ, അതിൻ്റെ എക്സ്റ്റൻഷൻ ഏതിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഹെഡർ ഫയൽ എല്ലാ എക്സ്റ്റൻഷൻ അത് ക്ലയൻറ്റ് സൈഡ് ആണോ സെർവർ സൈഡ് ആണോ മതി. 3 സെൻറ്റൻസ് മതി ഓരോന്നിലും. VB സ്ക്രിപ്റ്റ്, ജാവ സ്ക്രിപ്റ്റ് ഓരോന്നിനും 3 സെൻറ്റൻസ് പഠിച്ചാൽ മതി. പിന്നെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ലാംഗ്വേജസും സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ലാംഗ്വേജസും ഇതുപോലെ 3 മാർക്കിന് തന്നെയാണ് ചോദിക്കാറ്. 3 പോയിന്റ് 4 പോയിന്റോളം പഠിച്ചു വെക്കുക കേട്ടോ. CSS കാസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഫുൾ ഫോം, 2 മാർക്ക് വരെ ചോദിക്കാം കേട്ടോ. പിന്നെ കണ്ടെയ്നർ ടാഗ് എന്താണ് വിത്ത് എക്സാമ്പിൾ, empty ടാഗ് എന്താണ് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ. കണ്ടെയ്നർ ടാഗ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ക്ലോസിംഗ് ടാഗുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കണ്ടെയ്നർ ടാഗ്. അതിന് എക്സാമ്പിൾ ബേസിക് ആയിട്ടുള്ള HTML ടാഗുകൾ യൂസ് ചെയ്യാം. HTML ഹെഡർ, ടൈറ്റിൽ അതൊക്കെ യൂസ് ചെയ്യാം. empty ടാഗ് എന്ന് പറഞ്ഞാൽ ഓൺലി ഹാവ് ഓപ്പൺ ടാഗ്, അതായത് ക്ലോസിംഗ് ടാഗ് ഉണ്ടാവില്ല. അത് ക്ലോസ് ചെയ്തില്ലെങ്കിലും അതിൻ്റെ എക്സിക്യൂഷൻ നടത്തും. അതിൻ്റെ എക്സാമ്പിൾ പഠിക്കാം കേട്ടോ. ദെൻ ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് 3 മാർക്കിന് ചോദിക്കും. മാർക്യൂ ടാബിൻ്റെ ആട്രിബ്യൂട്ട്സ് 3 മാർക്കിന് ചോദിക്കും. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ, ഇൻസേർട്ട് എങ്ങനെ ചെയ്യാം, ഇൻസേർട്ട് ഇമേജ് എങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, ഇതൊക്കെ 3 മാർക്കിന് ചോദിക്കും. ഇതിൽ 5 മാർക്കിലേക്ക് പോകാൻ മേ ബി ചാൻസ് ഉള്ളത് ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സുകളും അതുപോലെ തന്നെ മാർക്യൂ ടാഗൊക്കെയാണ്. ചിലപ്പോൾ 5 മാർക്കിലേക്ക് പോവാം, മേ ബി ആണ് മിസ് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ ആണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ചാപ്റ്റർ തന്നെയാണ്. ഇതിൽ എത്ര തരം ലിസ്റ്റുകളുണ്ട്, ആ ലിസ്റ്റുകൾ 3 മാർക്കിന് നമുക്ക് ചോദിക്കാം. എങ്ങനെ നമുക്ക് HTML ലിസ്റ്റുകൾ ആഡ് ചെയ്യാം, ആ 3 തരം ലിസ്റ്റുകളും ആ ലിസ്റ്റിൻ്റെ എന്താ പറയുക ഫോർമാറ്റൊക്കെ പഠിക്കുക കേട്ടോ. അതായത് DDL, DML അതിൻ്റെ ഒക്കെ ഫോർമാറ്റുകൾ പഠിക്കും. ഓക്കെ, ദെൻ എങ്ങനെ നമുക്ക് ലിങ്ക് HTML ഇൻക്ലൂഡ് ചെയ്യാം, HRF യൂസ് ചെയ്തിട്ട് ആങ്കർ ടാഗ് യൂസ് ചെയ്തിട്ട് പല ടൈപ്പ് ഇൻറ്റേർണൽ ലിങ്കിങ്, എക്സ്റ്റേണൽ ലിങ്കിങ്, സെപ്പറേറ്റ് ഫയലൊക്കെ ആയിട്ട് മൂവ് ചെയ്യാം. അതിൻ്റെ സിൻഡെക്സ് പഠിക്കാം. എങ്ങനെ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, ടേബിൾ ക്രിയേറ്റിൻ്റെ ടേബിൾ കമൻറ്റുകൾ, ടേബിൾ ടാഗുകൾ അതൊക്കെ പഠിക്കാം. ടേബിൾ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് നമുക്ക് ചോദിക്കാറുണ്ട്. 5 മാർക്കിലേക്ക് പോകുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ ഫ്രെയിം സെറ്റ് ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ്. ഇൻപുട്ട് ടാഗിൻ്റെ വാല്യൂസ് 5 മാർക്കിന് വരാം. ഇൻപുട്ട് ടാഗിൻ്റെ ഒരു എന്താണ്, ഇൻപുട്ട് ടാഗിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ, ടൈപ്പാണ് ആട്രിബ്യൂട്ട്, അതിൻ്റെ വാല്യൂസ് ഉണ്ട്. റീസെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പാസ്വേഡ് എന്നൊക്കെ പറഞ്ഞ കുറേ വാല്യൂസ് അത്. ദെൻ ഇമെയിൽ എങ്ങനെ ലിങ്ക് ചെയ്യാം, മെയിൽ ടു പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇമെയിൽ ലിങ്ക് ചെയ്യുന്നത്, അത് പഠിക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ DBMS, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിൽ എന്താണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അഡ്വാൻറ്റേജസ്. 5 മാർക്കിനായിരുന്നു നമുക്ക് മോഡൽ എക്സാമിൽ ചോദിച്ചിരുന്നത്. അപ്പോൾ ആ ലെവലിൽ തന്നെ പഠിക്കാം. 5 മെറിറ്റ് പഠിക്കണം കേട്ടോ, 5 മെറിറ്റ് പഠിക്കണം. കമ്പോണൻസ് ഓഫ് DBMS നമുക്ക് 3 മാർക്കിലേക്കാണ് പോവാറ്. ഇതൊക്കെയാണ് കമ്പോണൻസ് പഠിക്കാം. യൂസേഴ്സ് 3 മാർക്കിനാണ് നമുക്ക് പോവാറ്. അതുപോലെ RDBMSൻ്റെ ടെർമിനോളജീസ് 3 മാർക്കിനാണ് നമുക്ക് പോകാറുള്ള ക്വസ്റ്റ്യൻ. റിലേഷണൽ ആൾജിബ്ര 5 മാർക്കിന് നമുക്ക് പോവാറുണ്ട്. ഏതൊക്കെയാണ് റിലേഷൻസ്, ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഏതൊക്കെ റിലേഷൻസ് ഉണ്ട്. ഒരു പ്രോഗ്രാം ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ടേബിൾ തരും, അല്ലെങ്കിൽ 2 ടേബിൾ തരും. ആ 2 ടേബിൾ തന്നിട്ട് നമ്മളുടെ പ്രൊജക്റ്റ് ഒക്കെ ഓപ്പറേഷൻ വയ്ക്കും. അതായത് ഇൻ്റർസെക്റ്റ്, യൂണിയൻ, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യന്, പ്രൊജക്റ്റ് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ സെലക്ട് ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്റേഴ്സൊക്കെ വെച്ചിട്ട് നമ്മളോട് ഇതിൻ്റെ ഔട്ട്പുട്ട് എഴുതാൻ പറയുമ്പോൾ നമുക്ക് കിട്ടണം. സിമ്പിളാണ്. ദെൻ ചാപ്റ്റർ 9 എന്ന് പറയുമ്പോൾ SQL ആണ്. SQL ഇവിടെ നിന്നൊക്കെ നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ കമ്പോണൻസ്, ഡാറ്റ ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിനാണ് നമുക്ക് ചോദിക്കാറ്. റൂൾസ് ഫോർ നെയിമിങ് ടേബിൾസ് ഓർ കോളംസ്. ഒരു ടേബിളും കോളംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ റൂളുകൾ നമ്മൾ ശ്രദ്ധിക്കണം. കോളം കൺസ്ട്രെയിൻസ് 3 മാർക്കിനാണ് വരാറ്. അഗ്രിഗേറ്റ് ഫങ്ഷൻസ്
നമുക്ക് അഗ്രിഗേറ്റീവ് ഫങ്ഷൻസ് ചോദിക്കാറുണ്ട്. അഗ്രിഗേറ്റീവ് ഫങ്ഷൻസ് ഇതുപോലെ 3 മാർക്കിന്, ആബ്സല്യൂട്ടൊക്കെ പോലെ 3 മാർക്കിന് ഫങ്ഷൻസ്. ഡിലീറ്റും ഡ്രോപ്പും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ചോദിക്കാറ് 2 മാർക്കിനാണ് കേട്ടോ. ഡിലീറ്റ് കമൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോളം ഡിലീറ്റ് ചെയ്യാനാണ്, ഡ്രോപ്പ് കമൻറ്റ് ടേബിൾ ഡിലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു 6 പാഠത്തിൽ നിന്ന് ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് നോക്കുക. എന്നിട്ട് ഈ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത സെക്ഷൻ പോയാൽ മതി. കാരണം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഈ വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ നന്നായി നോക്കുക എന്നുള്ളതാണ്. ഇതിന് നമ്മളിനി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യും കേട്ടോ. നമ്മളിനി പഠിക്കേണ്ട ഈ 6 പാഠങ്ങളിൽ വെച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിനി വീഡിയോ വരുന്നുണ്ട്. മാത്രമല്ല എക്സാമിൻ്റെ തൊട്ട് തലേ ദിവസം നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ പാഠം ബേസ് ചോദ്യം ഉത്തരം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു വീഡിയോ കാണുമ്പോഴേക്കും നിങ്ങളെല്ലാ പാഠത്തിൽ നിന്നും നിങ്ങളെല്ലാം പഠിച്ചിരിക്കാം. ഓക്കെ എവ്രി വൺ, വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്